ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഭരണഘടന സർക്കാരിന് ദിശാബോധം നൽകുന്ന ദീപസ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ പ്രഥമ പരിഗണന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെന്നും പ്രധാനമന്ത്രി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി. രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖസാക്കിസ്ഥാനിൽ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധമേഖലയിലുള്ള ഇന്ത്യക്കാരെ മടക്കി അയക്കണമെന്ന് ആവശ്യമുന്നയിച്ചു. സാങ്കേതികവിദ്യ എല്ലാവർക്കും പ്രാപ്യമാകണമെന്ന് ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണത അഭിയാന് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാവും. വാർത്തകൾ വിശദമായി. ഭരണഘടന സർക്കാരിന് ദിശാബോധം നൽകുന്ന ദീപസ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് കേവലം അനുച്ഛേദങ്ങളുടെ സമാഹാരം മാത്രമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണഘടന 75ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഭരണഘടന സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ളതിനാലാണ് ദേശീയ ജനാധിപത്യ സർക്കാരിനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലെത്തിച്ചതെന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി പ്രസംഗത്തിനിടെ കോൺഗ്രസിനെ വിമർശിച്ചു. സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. ഈ സർക്കാരിന്റെ കാലയളവിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ പൊതുഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ യോജനയിലൂടെ 10 കോടിയിലേറെ കർഷകർക്ക് ഗുണമുണ്ടായി. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് വിതരണം ചെയ്തുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 6 ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാർ തുടർച്ചയായി 3ാം തവണയും അധികാരത്തിൽ വരുന്നത്. അഴിമതി വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ കോൺഗ്രസ്, DMK, TMC, ആം ആദ്മി പാർട്ടി, RJD, ഇടതു പാർട്ടികൾ തുടങ്ങിയവർ നടുത്തളത്തിലിറങ്ങി ബഹളം വച്ച ശേഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് സഭയോടുള്ള അനാദരവാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നേരത്തെ സഭ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അപകടം വേദനാജനകവും നിർഭാഗ്യകരവുമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. പരിക്കേറ്റവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. മണിപ്പൂരിൽ സമാധാനവും ഐക്യവും സ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടർച്ചയായി ശ്രമിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ കുറഞ്ഞുവരുന്നതായും അവിടെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച അംഗീകരിച്ച് രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇന്നലെ ലോക്സഭയും പിരിഞ്ഞിരുന്നു. സഭാ നിയമങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കേണ്ടത് ഓരോ പാർലമെന്റ് അംഗത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളിലുമുണ്ടായ പ്രതിപക്ഷ ബഹളം സഭാചട്ടങ്ങൾ ലംഘിക്കുന്നതായിരുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭാ സമ്മേളനം പിരിഞ്ഞ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ സന്ദർശിച്ചു. പാർലമെന്റ് മന്ദിരത്തിലായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്രമന്ത്രിമാരും MPമാരും സന്നിഹിതരായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഖസാക്കിസ്ഥാനിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധമേഖലയിൽ കഴിയുന്ന ഇന്ത്യൻ പൌരന്മാരുടെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ ജയശങ്കർ ഇവരെ എത്രയും വേഗം മടക്കി അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സഹകരണം, സമകാലിക പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചയായി. സാങ്കേതികവിദ്യ എല്ലാവർക്കും പ്രാപ്യമാകണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക് IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു റിപ്പോർട്ട്.
സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം ലക്ഷ്യമിട്ടാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ AI ദൌത്യം താമസിയാതെ സർക്കാർ പുറത്തിറക്കുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 10,000 കോടി രൂപയുടെ പദ്ധതിയാണിത്. പൊതു സ്വകാര്യ പങ്കാളിത്തം ഇതിലുണ്ടാകും. ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതിനായി AI കേന്ദ്രം സ്ഥാപിക്കും. നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യത ഒഴിവാക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് നിർമ്മിത ബുദ്ധി ഉപകാരപ്പെടുമെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടെന്നത് തള്ളിക്കളയാനാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണതാ അഭിയാൻ പദ്ധതിക്ക് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സമ്പൂർണതാ അഭിയാൻ നടപ്പിലാക്കുന്നത്. ഈ പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. വയനാടിനും കാസർഗോഡിനും പുറമെ ഇടുക്കി ജില്ലയിലെ അഴുത, ദേവികുളം, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, കൊല്ലങ്കോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് അഭിലാഷ ജില്ലാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ISRO അധ്യക്ഷൻ S. സോംനാഥ് പരിപാടിയിൽ സന്നിഹിതനാകും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻഖർ വൈകിട്ട് അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും. ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. മറ്റന്നാൾ രാവിലെ 6:30 നടക്കുന്ന അർജന്റീന ഇക്വഡോർ മത്സരത്തോടെയാണ് കോപ്പ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുക. ശനിയാഴ്ച വെനസ്വേല കാനഡയെയും, ഞായറാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ കൊളംബിയ പനാമയെയും, യുറുഗ്വേ ബ്രസീലിനെയും നേരിടും. യൂറോ കപ്പിൽ മറ്റന്നാൾ രാത്രി 9:30 സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. ശനിയാഴ്ച പോർച്ചുഗൽ ഫ്രാൻസിനെയും, ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. നെതർലാൻഡും തുർക്കിയെയും തമ്മിലുള്ള യൂറോ കപ്പ് ക്വാർട്ടർ മത്സരം ഈ മാസം 7 നടക്കും. ഹത്രാസിൽ പ്രാർത്ഥനായോഗത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലാകും ജുഡീഷ്യൽ അന്വേഷണം. ADG ആഗ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും. നേരത്തെ പരിക്കേറ്റ് ഹത്രാസിലെ സർക്കാർ ആശുപത്രിയിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. മന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗുമായും അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തി. മുഖ്യമന്ത്രി സംഭവസ്ഥലവും സന്ദർശിച്ചു. UP, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. മരിച്ചവരിൽ 6 പേരാണ് ഉത്തർപ്രദേശിന് പുറത്തുള്ളവർ. പരിക്കേറ്റ 31 പേരാണ് ചികിത്സയിലുള്ളത്. മിക്കവാറും എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ വീണ്ടും അധികാരമേൽക്കും. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ചമ്പായ് സോറന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന INDI യോഗത്തിലാണ് ഹേമന്ത് സോറനെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ തീരുമാനമെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് നേരത്തെ ഝാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഹേമന്ത് സോറൻ രാജിവെച്ചത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 12 വരെ നീട്ടി. ഡൽഹി റൂസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. ഇതേ കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, BRS നിയമസഭാംഗം K. കവിത എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡിയും ജൂലൈ 25 വരെ നീട്ടി. അതേസമയം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം തേടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. മറ്റന്നാൾ കോടതി ഹർജി പരിഗണിക്കും. മഹാരാഷ്ട്രയിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗർഭിണികൾ, മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. പരിസരം ഈഡിസ് കൊതുക് വിമുക്തമാക്കാനും ഏതു സാഹചര്യവും നേരിടാൻ സന്നദ്ധമായിരിക്കാനും സംസ്ഥാന അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 5 കുട്ടികൾ മരിച്ചു. ശ്രീ യുഗ് പുരുഷ് ധാം ബൌദ്ധിക് വികാസ് കേന്ദ്രയിലെ കുട്ടികളാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടന സർക്കാരിന് ദിശാബോധം നൽകുന്ന ദീപസ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ പ്രഥമ പരിഗണന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെന്നും പ്രധാനമന്ത്രി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി. രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖസാക്കിസ്ഥാനിൽ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധമേഖലയിലുള്ള ഇന്ത്യക്കാരെ മടക്കി അയക്കണമെന്ന ആവശ്യമുന്നയിച്ചു. സാങ്കേതികവിദ്യ എല്ലാവർക്കും പ്രാപ്യമാകണമെന്ന് ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണതാ അഭിയാന് നാളെ വയനാട് ജില്ലയിൽ തുടക്കം. യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.